ഹലോ, നമുക്ക് ഇന്നൊരു നാടൻ ലഞ്ചിന്റെ വീഡിയോ തന്നെ നോക്കിയാലോ? അപ്പോൾ ഇന്ന് നമുക്ക് ഉപ്പേരിയായിട്ട് നമ്മൾ ചീരയാണ് എടുക്കുന്നത്. ചുവന്ന ചീരയാണ്, നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്താണ്. അപ്പം ആദ്യം തന്നെ അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ നന്നാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചീരയിലൊക്കെ നന്നായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചീരയിലിട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഒരു പിടി തേങ്ങയും 2 പച്ചമുളകും കൂടി മിക്സിയിലിട്ട് ഒതുക്കിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തേങ്ങ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീരപ്പേരി ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഉണ്ട്. ചിക്കൻ വെച്ചിട്ട് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. അതിനായിട്ട് ചിക്കൻ ഉപ്പും മുളകും തേച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് ഒരു 3 സവാള ചെറുതാക്കി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ വെന്ത് വന്നിട്ടുള്ള അതേ ഓയിലിൽ തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് വഴന്ന് വരണം. ഇത് വഴന്ന് വരുമ്പം ഇതിലേക്ക് തക്കാളി മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, പിന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല, മുളക് പൊടി, ചിക്കൻ മസാല, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇത്രയായി തന്നെ നമ്മൾ ചിക്കൻ്റെ ഗ്രേവി ഇവിടെ റെഡിയാണ്. എല്ലാ മസാലകളും ചേർത്തതിന് ശേഷം നമ്മുടെ ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി റെഡിയായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡിയാണ്. ഒരുപാട് കറികളൊന്നും ഇല്ലാത്തൊരു ലഞ്ചാണെന്ന്. ചോറും ചീരയുടെ ഉപ്പേരിയും, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ ഗ്രേവിയും, പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച് കുറച്ച് കടുമാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ കടുമാങ്ങയും പപ്പടവും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ലഞ്ച്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.